രണ്ട് കൈ എടുത്ത് തൊഴുത് പറയാ, ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട്, ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട്. രേണുസുതിയാണ്. അപ്പം എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. വിവാദമായിക്കൊണ്ടിരിക്കുന്ന സുധിയിലെയും രേണുസുതിയും വീട്ടുകാരും. നാടൻ ഷാജൻസ്കറിയ എന്ന് പറഞ്ഞ വ്ളോഗർ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടേ ഇല്ല, ഇത് പിന്നെ എന്നതാണ് ഈ പ്രൊമോട്ട് ചെയ്തത്, മതിൽ പണിതത് മറുനാടൻ. ഇത് പ്രമോഷൻ അല്ലേ ചേട്ടാ? ഷാജൻസ്കറിയ ചേട്ടൻ എല്ലാവരെയും പേടിപ്പിക്കുന്ന പോലെ ഞങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ വരുവാണോ ചേട്ടൻ? ചേട്ടനുമായിട്ട് ഒരു പ്രശ്നവും ബന്ധങ്ങളും ഒന്നുമില്ലല്ലോ, ഇത് പ്രമോഷൻ അല്ലേ ചേട്ടാ? എന്തിനാ ഈ കള്ളം പറയുന്നത്? ഇത് ഇതുവരെയും കഴിഞ്ഞില്ലേടേ, ഇതിനൊരു അവസാനമില്ലേ എൻ്റെ പൊന്നി ചേച്ചിയെ? ലൂപ്പ് കണക്കങ്ങ് പൊയ്ക്കൊണ്ടിരിക്കണമെന്ന് രേണുസുതിയുടെ കുൽസിതങ്ങൾ. എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം ചേച്ചിക്ക് എന്താണ് വിളമ്പാനുള്ളതെന്ന്. ഇപ്പോഴും ഓരോ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ, ഒരടിസ്ഥാനമില്ലാത്ത വിവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദേഹത്തേക്കുന്നില്ല, ഞാനിതൊന്നും കാണുന്നില്ലെങ്കിൽ പോലും ഓരോരുത്തർ എനിക്ക് ഇതിൻ്റെ ആ ഹെഡിങ് സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തരാറുണ്ട്. അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ കാണുന്നത് തന്നെ കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് സ്ക്രീൻഷോട്ട് അയച്ചു തരുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. അല്ലാതെ ഇതൊന്നും മുഴുവൻ അയച്ചു തന്നാൽ രേണുസുതി ഇതൊന്നും കാണത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അല്ലാതെ രേണുസുതി ഇരുന്നൊന്നും ഇങ്ങനെ കാണുന്നില്ല കേട്ടാ, ഇഷ്ടമല്ല. എൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് ഇങ്ങനെ ഇതിൻ്റെ ഹെഡിങ്ങും സ്ക്രീൻഷോട്ടും ഒക്കെ അയച്ചു തരുമ്പോഴാണ് ഞാനിരുന്ന് ഇങ്ങനെ അതിൻ്റെ ഒന്ന് വായിച്ചു നോക്കുന്ന തമ്മിലൊക്കെ. അല്ലാതെ ഞാൻ കാണൂലെന്ന്. എൻ്റെ പൊന്നു വെച്ച് പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര കുരുപൊട്ടൽ? കൂടെ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വരുമല്ലേ. എൻ്റെ വീട്ടിൽ മതിലിടിഞ്ഞു, എൻ്റെ വീട്ടിൽ ചോർച്ച ഒന്നും പറഞ്ഞാൽ എന്തിനാണ് പിന്നെ വരുന്നത് നിങ്ങൾ? 52,000 വീഡിയോ ആയില്ലേ? ഇതിനൊരു അവസാനമില്ലേ ചേച്ചി? ഒരു അന്ത്യമില്ലേ? നിങ്ങൾ വായം വെച്ചിട്ട് മിണ്ടാന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. നിങ്ങൾ വീണ്ടും ഇത് വെളുപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേണക്ക് പൊങ്ങി വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് വരുന്നത് മിസ് രേണുസുതി. അടുത്ത ഇനി എന്തിനാണ് ചേച്ചിക്ക് മൊഴിയാവുള്ളതെന്ന് നമുക്ക് ചെവി ഒന്ന് കൂർപ്പിച്ച് കേട്ടു നോക്കാം. എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം അങ്ങനെ കൊണ്ട് വരികയാണെങ്കിലും ഇനിയിപ്പോൾ കേട്ടു നോക്കാം. വീണ്ടും അത് തന്നെന്ന് മതില്. ഇതിന്തരുടെ ഇത് ചുമ്മാ കെട്ടിക്കൊടുത്ത ഒരു വീടും മതിലും, അതിൽ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ചേച്ചിയേ? വല്ല കാര്യമുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണിയാബി പരക്കേടിന് മരുന്നില്ല എന്ന് പറഞ്ഞിഞ്ഞേ, മരുന്നില്ല പിന്നല്ലാതാ ഇവരൊക്കെടിന് വരുന്നില്ല. ഇത് എന്തോന്നൊക്കെ പെണ്ണുമ്പിള്ളതാണ്. മറുനാടൻ വ്ളോഗർ അല്ലേ, വ്ളോഗേഴ്സ് അവർ കെട്ടിത്തന്ന മതിലാണ്, അവരും ഇതിനകത്ത് അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം നടക്കുവാണ്. ഞാനിത് കണ്ടില്ല സത്യം പറഞ്ഞാൽ. ഡീറ്റെയിൽ പപ്പായ്ക്ക് അറിയാം. പപ്പ പറ. ഞാൻ ആദ്യം ഇതൊന്ന് എടുത്ത് പറയട്ടെ. ഇടിഞ്ഞ് വീടായിരിക്കും ഞാൻ വെട്ടി ഇങ്ങനെ വെച്ചിരിക്കാം. അതാ പറയാം. ഇങ്ങോട്ട് വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇടിഞ്ഞ് താഴോട്ട് പോകും. അപ്പോൾ ഈ മഴ മാറുന്നതിന് മുമ്പ് ഇടിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്തി പോലെ വെട്ടി ഓവിൻ്റെ അങ്ങോട്ട് വെച്ചിരിക്കുക. അപ്പം ഇവിടെ നിന്ന് വരുന്ന വെള്ളവും ഇവിടെയും പുല്ല് ഞാൻ പറിച്ച് കളയാതെ നിർത്തിയിരിക്കുക. അവിടെയും പറിച്ച് കളയുന്നില്ല. ഇപ്പോൾ ഈ മഴ മാറിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് ഈ ഓവ് നിറഞ്ഞ് ഓവ് പോകും. ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോകും. അതാണ് അവസ്ഥ. ഇത് അപ്പം നമ്മൾ എന്തിനാണ് മാമ ചെയ്യേണ്ടത്? അയ്മാനികളാണെന്നുണ്ടെങ്കിൽ ആ മതിൽ ഇടിച്ച് കളഞ്ഞിട്ട് നമ്മളെ പൈസയ്ക്ക്, നമ്മളെ സ്വന്തം കയ്യിലിരിക്കുന്ന പൈസയ്ക്ക് നമ്മളൊരു പുതിയ മതിലങ്ങ് വയ്ക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ വന്നേണ് നീ ഫ്രീ ആയിട്ട് വെച്ച് ചെയ്യുന്ന മതിൽ ഇത് കണ്ട ഇവിടെ പൊളന്നിരിക്കുന്നു, അതുകൊണ്ട് അവിടെ അപ്പിയിരിക്കുന്നു, അവിടെ ചമ്മന്തിയായിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു മാമായി ഇതെവിടത്തെ ന്യായമാണ് മാമ? പറയൂ മാമ, എന്താണ് മാമ നിങ്ങൾ ഇങ്ങനെയൊക്കെ കിടന്ന് മൊഴിയുന്നത്? എന്നിട്ട് മാമൻ തന്നെ ഇരുന്ന് പറയുകയും ചെയ്യുന്നു നമ്മളെ നണ്ണം കെടുത്താൻ വേണ്ടി ദിന്തക്കാരും തിത്തിത്താരോ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മാമ അത് ഇപ്പോൾ ആ മതിലിനെങ്കിലും ഒരു 10 രൂപ കൊടുത്തിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിരുന്ന് പറയാം, നല്ല അഭിമാനത്തോടെ നിങ്ങൾക്ക് പറയാം, ഞാൻ നിനക്കൊക്കെ പൈസ തന്നിട്ടാണ് ഈ മതിൽ ഇവിടെ പടുത്തുയർത്തിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നേക്കുകയാണ്, നീയൊക്കെ എന്തൊരു ചെറ്റത്തരോടാണ് കാണിച്ചേക്കുന്നത്, നിനക്കൊക്കെ നാണമുണ്ടോടൂ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പം നിങ്ങളൊരു 10 പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്ത് അഭിമാനം ഇരിക്കുന്നു മാമ? നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനമില്ലേ? നിങ്ങൾക്ക് ഈ രേണുസുതിക്കും നാണമില്ലേ ഇങ്ങനെ ഇതേണൊക്കെ മതിലിൻ്റെ കാര്യത്തിലിരുന്ന് പറയാൻ? എന്ത് ഉളുപ്പിരിക്കുന്നു മാമ നിങ്ങൾക്ക്?
നിങ്ങൾക്ക് ആർക്കും ഒരു വിശേഷാൽ ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ല. അതാണ് നിങ്ങളിപ്പോഴും ഈ കാര്യത്തിൽ നിങ്ങളിങ്ങനെ നടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം കേട്ടോ. ഈ മഴ നനയുമ്പോഴത്തേക്കും 19 ലക്ഷം രൂപ മുടക്കിയ വീടാണെങ്കിലും ഇപ്പം മഴ നല്ലോണം തകൃതിയായിട്ട് പെയ്യണമെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് തന്നെ മാമ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. എത്രയോ സ്ഥലത്ത് ഇങ്ങനെ നടന്നിരിക്കുന്നത്. മാമ ഒരു പുതിയ മതിൽ വെച്ചതിന് ശേഷം അത് എത്ര വർഷം നിൽക്കും നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കൂടെ ഞാൻ നിൽക്കും. ഇനി ഒരുത്തന്നെ നിന്നില്ലെങ്കിൽ ഞാൻ നിൽക്കും നിങ്ങളോടാ. സത്യമായിട്ട് തന്നെ ഞാൻ കാര്യമായിട്ട് പറയാണ്. നിങ്ങളെ പൈസയ്ക്ക് ഒരു കിട്ടില്ല സൂപ്പർ ഒരു മതിലങ്ങ് പോയി. അത് എത്ര വർഷം നിലനിൽക്കും നമുക്ക് നോക്കാം. അമ്മ നിങ്ങൾ എന്നെ കൂടെ ഇരുന്ന് പറയുന്നത് ഈ നമ്മളെ വിവാദത്തിലാക്കുന്നത് നിങ്ങൾ എന്തെന്നാണ് ഈ പറയുന്നത്? നിങ്ങൾ എന്തിനു എൻ്റെ പൊന്നമ്മ വെറും തീട്ട കേസാണ് കേട്ടോ ഇതൊക്കെ. ചുമ്മാ ചെയ്തു തന്നൊരു വീടും മതിലുമൊക്കെ ഇതേ കണക്ക് ഇങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് എന്തൊന്ന് ഉളുപ്പ്. മാമ ഇതൊന്നും ശരിയല്ല കേട്ടാ. നിങ്ങൾ വേണമെങ്കിൽ പോയി 2 എണ്ണം അടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കുക. അതാണ് നല്ലത്. ഇനി അടുത്തത് എന്ത് കുറ്റമാണ് ചേച്ചി പണയെന്നും കിടന്ന് നോക്കാം കേട്ടാ. അടുത്തത് ആ വീട് മറുനാടൻ്റെ അധ്വാനം. രേണുസുതി വന്ന വഴി മറക്കൽ. ഇതിന് മാപ്പില്ല. എന്ത് മാപ്പില്ലെന്ന് മറുനാടൻ എന്നത്തിന് ഞാൻ മറുനാടന് ഞാൻ എന്തിനാ എനിക്കെന്തിനാ മാപ്പ് തരാതിരിക്കുന്ന മറുനാടൻ വ്ളോഗറേ എന്നാ പുള്ളിയുടെ പേരെന്താ? സാജൻ സ്കറിയ. നിങ്ങൾ എനിക്ക് എന്തിനാ മാപ്പ് തരുമോ ഇല്ലയോ എന്ന് നോക്കുന്നത്? ഞാൻ നിങ്ങളെ വല്ല തെറ്റ് ചെയ്തോ? കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ? നിങ്ങളോട് ഞാനും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ, ഒരു ബന്ധവും പ്രശ്നമല്ല, ഒരു ബന്ധവും ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് മാപ്പ് തരാതിരിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അതായത് എന്ത് മാപ്പ് തരത്തില്ലെന്നാ മിണ്ടായിരിക്കും തോറും ചുമ്മാ ആവശ്യമില്ലാത്ത പറയുന്നു. എന്തെങ്കിലും ഡീറ്റെയിൽ പപ്പ പറയും. ബാക്കി മറുനാടൻ നിങ്ങളാ കാണിച്ചത് വളരെ മോശപ്പെട്ട വൃത്തികെട്ട ഒരു കാര്യമാണ്. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം. ഇങ്ങനെ വെറുതെ നിങ്ങൾ ചെയ്തു കൊടുത്തത് വളരെ തെറ്റ്. ഇവരെ പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്താൽ പോരായിരുന്നാ? എൻ്റെ പൊന്നെ ചേച്ചേ 46,000 കുണുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിൽ കുലുക്കുമ്പോഴത്തേക്കും അത് പൊടിഞ്ഞ് താഴോട്ടൊന്നും വീഴൂല. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണെന്ന് നിങ്ങൾക്ക് വെച്ച് തന്നത്. അപ്പം പിന്നെ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് ആ വീട്ടിൽ ഭയങ്കര ചോർച്ച, മതിലൊക്കെ പൊളന്നിരിക്കുന്നു, താഴെയൊക്കെ പൊട്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും കുരു പൊട്ടൂല എൻ്റെ പൊന്നെ ചേച്ചി. അതും ചുമ്മാ വെച്ച് എന്നാ വീട് മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് അണിഞ്ഞും കൂടെ എഞ്ചടൊക്കെ കിടന്ന് കണക്കണക്കണക്കണാന്നടിക്കുന്ന എന്തോ. ചേച്ചി അവര് വെച്ച് തന്ന വീടല്ലേ, അവര് വെച്ച് തന്ന മതിലല്ലേ. അപ്പം അവര് അല്ലാതെ പിന്നെ നാട്ടുകാരെ ഒന്ന് പണയൂ ഇതൊക്കെ? 46,000 രൂപ മുടക്കി എടുത്ത മതില്. അപ്പം പിന്നെ അവർക്കൊന്നും പണഞ്ഞൂടല്ലേ ചേച്ചി? കൊള്ളാം, നല്ലത് തന്നെ. ഇതാണ് പറയുന്നത്. ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവരവും ഈ നന്ദി എന്നൊന്നും അടുത്തൂടെ പോയിട്ടില്ല. മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം നമ്മളെന്താണ് ചെയ്യേണ്ടത്? മഴയൊക്കെ ഒന്ന് ശമനം വരുമ്പോഴത്തേക്കും അതിനെന്തെങ്കിലും ഒരു മെയിൻറ്റെയിൻ ചെയ്യുക. സ്വന്തം പൈസ മുടക്കി ചെയ്യുക. സ്വന്തം പൈസ നമ്മളെ കീശയിൽ നിന്ന് എടുത്ത് ചെയ്യുക. അല്ലാതെ ഇതേപോലെ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ട്? എന്താണ് ചേച്ചങ്ങൾ ഇങ്ങനെ? ഇനി അടുത്ത നമ്മളെ മാമൻ ഇനി എന്താണ് മൊഴിയാനുള്ളത് നിങ്ങളുടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമുള്ളത് 24-നും ഫ്ലവേഴ്സ് ചാനലിനും തന്നെയാണ്. ആദ്യമേ ഉള്ള നന്ദി സ്നേഹവും അവരുടെ കടപ്പാടും സ്നേഹനിധികളായിട്ട് അവർ അതിൻ്റെ പ്രവർത്തകർ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ. 24-ഉം ഫ്ലവേഴ്സും ഒക്കെ ഭയങ്കര പാവമൊന്നു. എൻ്റെ പൊന്നു മാമ, നിങ്ങൾ അവരിനി പൊക്കി അടിച്ചിട്ടല്ലേ അവരെന്തെങ്കിലുമൊക്കെ തന്നാലോ എന്തെങ്കിലുമൊക്കെ ഇരിക്കത്തേ ഉള്ളെന്ന്. വീട് വെച്ചു കൊടുത്തവർക്കും പെരേടം കൊടുത്തവർക്കും മതിൽ വെച്ചു കൊടുത്തവർക്കും പട്ടിത്താറ്റും പരിഹാസം. എൻ്റെ പൊന്നു മാമോ, ഇത്രയായാലും കൊള്ളാം. യൂട്യൂബർമാർ കയറിയിരുന്നുകൊണ്ട് സ്വന്തമായിട്ട് യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടല്ല ചെയ്യേണ്ടത്. ഇവിടെ യൂട്യൂബറായ തൻ്റെയൊക്കെ ഒന്ന് മുമ്പിൽ വന്ന് അങ്ങനെ തന്നെ ഞാൻ പറയും. ഒന്നും വന്ന് അവൾ കരയാനില്ലേ? മാമ എവിടെ നിന്നും കേട്ടിട്ടാണോ നിങ്ങൾ പണയില്ല? നിങ്ങളും രേണുസുതിയും കൂടെ അല്ലേ ഇങ്ങനെ ആഘോരാത്രം കിടന്ന് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ എവിടെ നിന്നും കേട്ടിട്ടൊന്നും അല്ല ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന കാര്യത്തിന് മറുപടി തരുന്നതേ ഉള്ളൂ നമ്മൾ. നിങ്ങളിപ്പോഴും ആ മതിലിൻ്റെയും വീടിൻ്റെയും കാര്യം മണഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. എല്ലാവരും കണ്ടവരും ചെയ്തു തന്ന വീടും മതിലും നിങ്ങൾ എന്തിനാണ് ഇടിച്ച് പൊളിച്ച് കളയണം? എന്നിട്ട് പുതിയ വീട് പോയി. അല്ലെങ്കിൽ നിങ്ങൾ മാറവിടെ നിന്ന് വീട് മാറവിടെ. ഇനി മാറിക്കോ ആമാ, അവിടെ നിന്ന് വീട് മാറും. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് അഭിമാനമാണ് വലുത്. രേണുസുതി മാറിക്കോ അവിടെ നിന്ന്. നമുക്ക് അഭിമാനമാണ് വേണ്ടത്. ഇവർ മിക്കവാറും ബിഗ് ബോസിൽ കാണും. ആദ്യമേ കാണുന്ന ഒരു ടീമിൽ ഇവരില്ലെന്നുണ്ടെങ്കിലും ആദ്യം 20 പേരായിട്ടാണല്ലോ അല്ലേ? പിന്നെ അല്ലാതെ ഈ വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിൽ മിക്കവാറും ഇവർ കാണും എന്നാണ് എനിക്ക് എൻ്റെ ബലമായ ഒരു സംശയം.
യെസ്, കാണണം. അതിനു വേണ്ടിയാണല്ലോ മിസ് സിദ്ധു സുധീഷ് അല്ല രേണു സുധീഷ് ഇതേപോലെ അട്ടഹാസം കാണിക്കുന്നത്. നിങ്ങളെടുക്കും. ഇവർക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ കാര്യങ്ങളിലൊന്നും, ഈ അല്ലാത്ത കാര്യങ്ങളൊന്നും വിവരമില്ലെങ്കിലും ഇവർക്ക് ഈ സോഷ്യൽ മീഡിയേൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അവർക്ക് ഒരു പഠിച്ച ഒരു വ്യക്തിയാണ് ഇതിന്. സുന്ദരയിൽ കൊള്ളാം. ശരിയെന്നാ പോകുന്നു ചേച്ചി. ഇനി ചേച്ചീൻ്റെ പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനും അടുത്ത പരാതിയുമായിട്ട് വരുന്നതായിരിക്കും. പരാതികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് നമുക്കങ്ങ് കോംപ്രമൈസ് ആക്കാം. അപ്പോൾ ശരിയെന്നാ പോണു കേട്ടോ.